EMS അത്രയധികം അഗാധമായിട്ടുള്ള അറിവും ചിന്തയും ഇൻ്റലക്ച്വലും അതേ സമയത്ത് തന്നെ ജനകീയനുമാണ്. VS കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. VS ശുദ്ധനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം സ്വപ്നം കാണുകയാണ്. VS എനിക്ക് അറിയുന്നതിൽ കൂടുതൽ എനിക്ക് പിണറായി അറിയാം. കാരണം ഞങ്ങൾ നാട്ടുകാരാണ്. അല്ല, പിണറായിയുടെ എന്ന് വെച്ചാൽ പിണറായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാനൊന്നും കഴിയില്ല. അല്ല, ഇനിയിപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ നമ്മൾ റിയൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയം നീങ്ങുന്നത്. വലിയ പ്രതിബദ്ധതയൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിൽ ഇന്നും ഒരുപാട് പേരുണ്ട് കേട്ടോ. ആ പഴയ ഭൂതകാലത്തിൻ്റെ ഒരു ആവേശവും അതിൻ്റെ നീതിബോധവും ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെയൊക്കെ പ്രകാശങ്ങൾ ഉള്ള ഇടതുപക്ഷ മനസ്സ് ഉള്ള ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. പക്ഷെ അവർ കൂടുതലും നിശബ്ദരാണ് കേട്ടോ. യഥാർത്ഥ ഇടതുപക്ഷ നിശബ്ദരാണ് അവർ. ഈ പ്രായോഗിക രാഷ്ട്രീയമാണ് നമുക്ക് ദ്രോഹം ചെയ്യുന്നത്. അത് ഇടതുപക്ഷം മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരും അങ്ങനെയാണ്. പ്രായോഗിക രാഷ്ട്രീയമാണ്. ഇപ്പം BJP അങ്ങനെയല്ല. എല്ലാവരും ഇനി എനിക്ക് തോന്നുന്നില്ല പഴയ കാലത്തുള്ള മറ്റുള്ള രാഷ്ട്രീയം ഇനി ഉണ്ടാവുന്നുള്ളത് കേട്ടോ. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവാണോ പിണറായി? അതെനിക്കറിയില്ല. അതിപ്പം ഇക്കാലത്ത് അല്ല, പിണറായിയുടെ വെച്ചാൽ പിണറായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാനൊന്നും കഴിയില്ല. കേട്ടോ, പിണറായി ഒരുപാട് നല്ല കാര്യം ഇന്നും ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരികയാണ്. ഇന്ത്യയിൽ എവിടെയും അങ്ങനെ തോന്നുന്നു കേട്ടോ. അമേരിക്കയിലെ സഹായത്തോടുകൂടി ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം വൈറസാണ് ഇനി വരാൻ പോകുന്ന നമ്മുടെ പ്രധാന ശത്രു കേട്ടോ. പ്രധാന ശത്രു ഈ നവമുതലാളിത്വമൊന്നുമില്ല കേട്ടോ, അമേരിക്കയൊന്നുമില്ല. വൈറസാണ് കേരളത്തിൻ്റെ പ്രധാന ശത്രു ഇനി കേട്ടോ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും നിപ്പയുണ്ടോ? എവിടെയാണുള്ളത്? അതുകൊണ്ട് വൈറസാണ് നമ്മുടെ ശത്രു. ആ ശത്രുവിനെ പിണറായി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ആകെ തോന്നിയിട്ടുള്ളത് ഈ നമ്മൾ മീഡിയ ഫ്രണ്ട്ലി എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെത് കേട്ടോ. ആര്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് പിണറായിയാണോ? അല്ല, ഇപ്പോഴെനിക്ക് തോന്നുന്നത് തമ്മിൽ ഭേദം അദ്ദേഹം കേട്ടോ. വേറൊരു നേതാവിനെ കാണുന്നില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഭേദമായ നേതാവിനെ പോലും ആദ്യം MD പിന്നെ M മുകുന്ദനും വിമർശിച്ചതിന് പഴിയും കേട്ടിട്ടുണ്ട്. ഒരുപാട് പഴിയെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കാലത്ത്, നിങ്ങൾ ഒരുപാട് വായനക്കാർക്കുള്ള എഴുത്തുകാരനാണ്, ഒരുപാട് നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിലൊക്കെ പോകുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിൽ നമ്മൾ സംസാരിക്കണം, രാഷ്ട്രീയത്തിൽ ഇടപെടണം. അല്ലാതെ ഇപ്പോൾ എഴുത്തുകാരൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രായോഗിക രാഷ്ട്രീയക്കാരനാകുന്നത് പോലെ തന്നെ പ്രായോഗിക എഴുത്തുകാരനാകുന്നവരുമുണ്ട് കേട്ടോ. നമ്മുടെ ഭൂരിഭാഗം എഴുത്തുകാരും പ്രായോഗിക എഴുത്തുകാരായി മാറുന്ന ഒരു കാലമാണിത്. പക്ഷെ എനിക്കങ്ങനെ ആഗ്രഹമില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതിൻ്റെ പേരിൽ എതിർപ്പുകളുണ്ടാവും. എന്താണ് ഈ പ്രായോഗിക എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് പഴയ കാലത്ത് നമുക്കുണ്ടായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത, സമൂഹത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഉണ്ടല്ലോ, അത് എനിക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നത്. അങ്ങനെയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ മുണ്ടനം ചെയ്യപ്പെട്ടവരുടെ ജീവിതം നല്ല കഥ, അല്ല ഡൽഹി 81 എന്നുള്ള കഥയായിരുന്നു. ആ ഒരു ഉത്കണ്ഠയുണ്ടായിരുന്നു പാവങ്ങളെക്കുറിച്ചൊക്കെ. ഇപ്പോഴും പണ്ടത്തെ അത്ര ഇല്ല, എന്നാലും എനിക്ക് ആശങ്കകളുണ്ട് പാവങ്ങൾക്ക്. പക്ഷേ പല എഴുത്തുകാർക്കും ആ ആശങ്കയില്ല. കേശവന്റെ ഉലാപങ്ങൾ കഴിഞ്ഞാൽ താങ്കൾ ഇടതുപക്ഷത്തെ അതിനേക്കാൾ നന്നായി വിമർശിച്ച നോവലാണ് ഒരുപക്ഷെ നോവലിലെ വർക്കാണ് ഇത്. നമ്മുടെ ദിനോസറുകളുടെ VSനെ ഡീകൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എനിക്കൊന്ന് ലേറ്റർ മൂന്നേണ്ടം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് എഴുതാൻ പാടില്ലായിരുന്നു. അതെനിക്ക് പിന്നീട് തോന്നി. കാരണം അത് എഴുതാതിരിക്കാനും കാരണം എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് വിയോജിപ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു എഴുത്തുകാരെന്ന് പറയുമ്പം ഞാനൊരു പാർട്ടി പ്രവർത്തനമല്ല, അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ പറയാനുള്ളത്. ഞാൻ സഹയാത്രികൻ മാത്രമാണല്ലോ. അതുകൊണ്ട് പാർട്ടിക്ക് അതിൽ വിഷമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പാർട്ടി മെമ്പറായിട്ടുള്ള ഒരാളാണ് വിമർശിക്കുന്നെങ്കിൽ പാർട്ടിക്ക് അത് പ്രശ്നമാകും. ഞാൻ പാർട്ടിയായിട്ട് ഇങ്ങനെ അകന്നും അടുത്തും നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവർ വളരെ ശ്രദ്ധിക്കും. എന്നോട് അങ്ങനെ വിദ്വേഷമൊന്നുമില്ല. വിമർശനം ഇപ്പോഴും എങ്ങനെയാണ്. ഇപ്പോഴും എനിക്ക് എപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ടെങ്കിൽ അത് വളരെ ഉൾക്കൊള്ളുന്നുണ്ട് പാർട്ടി. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ അവർ വെറുക്കുകയോ എന്നെ അകറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല. കാരണം അവർക്കറിയാം ഞാനിത് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു വിയോജിപ്പ് എനിക്ക് അക്കാലത്ത്
VS ആയിട്ടുണ്ടായിരുന്നു. അത് ഞാനതിൽ സൂചിപ്പിച്ചത്. അതെന്താ അങ്ങനെ? അതായത് EMSനെ വിമർശിക്കാമോ, പിന്നെ VSനെ എന്താ വിമർശിക്കാൻ പാടില്ലാത്തത്? എന്തുകൊണ്ടാണ് അത്? പിന്നെ അല്ല, EMSനെ വിമർശിക്കുന്ന പോലെ തന്നെയാണ് പിന്നെ VSനെ ഞാൻ വിമർശിക്കുന്നത്. പക്ഷേ അതിൽ സംഭവം എന്ന് വെച്ചാൽ ഈ കാലം മാറി, സഹനശക്തി EMSനെ പിന്നെ നമ്മുടെ ഇയാൾ OV വിജയൻ എത്ര വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് EMS പോലും അത് നല്ലൊരു സ്പിരിറ്റിലാണ് കാണുന്നത്. ആ ഒരു സഹനശക്തി പിന്നെ ഇല്ലാതെയായി. എൻ്റെ കാര്യം വേറെയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പാർട്ടിയുടെ ആളാണ്. പക്ഷേ ഞാൻ അകന്നും അടുത്തും കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. പക്ഷെ മറ്റൊരാൾ പാർട്ടി വിമർശിക്കുമ്പോൾ പാർട്ടി അങ്ങനെ എടുക്കില്ല, എന്നോട് കാണിച്ചൊരു നിലപാട് അവരെടുക്കില്ല, അത് തിരിച്ചടിക്കും കേട്ടോ. അപ്പം പിന്നെ EMSൻ്റെ കാലത്ത് നിന്ന് VSൻ്റെ കാലത്തേക്ക് വരുമ്പോൾ സഹനശക്തി എല്ലാ സ്ഥലത്തും കുറഞ്ഞു കേട്ടോ. EMSൻ്റെ ഒരു വലിയൊരു ഗുണതാണ്, അയാൾ പിന്നെ സ്വയം തിരുത്താനും തയ്യാറാണ്. മറ്റുള്ളവർ EMSനെ വിമർശിച്ചുകൊണ്ട് അതിന് ഉൾക്കൊള്ളാനും അയാൾക്ക് EMSന് സാധിക്കുമായിരുന്നു. അപ്പം എൻ്റെ മയ്യഴിപ്പുഴകൾ പോലും അന്ന് വിമർശനം ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനം അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്നുള്ളതൊരു പിന്നെ അത്. പക്ഷേ എന്നിട്ട് ഞാൻ EMSനെ കണ്ടപ്പോൾ അദ്ദേഹം മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഞാൻ കേശവൻ്റെ വിലാപങ്ങൾ എഴുതുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നൊരു കാലമാണ്. അന്ന് ഞാൻ സാഹിത്യ അക്കാദമി, അവിടുത്തെ സാഹിത്യ അക്കാദമിയിൽ പോയപ്പോൾ EMS അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് സംശയം എന്നോട് പറഞ്ഞു, മയ്യഴിപ്പുഴകൾ എഴുതിയില്ലേ അത് മതി. എന്നിട്ട് എൻ്റെ പുറത്ത് 2 തട്ടും തട്ടി ആളെ കൊണ്ട് പോയി. അതിനൊക്കെ കിട്ടിയില്ല, ഏറ്റവും വലിയ അതാണ്. അതിൽ കൂടുതൽ എന്താ വേണ്ടത് കേട്ടോ. പിന്നെ അത് മതിയെന്ന് പറഞ്ഞു, അത്രയും. അപ്പം അങ്ങനെയുള്ള, പക്ഷേ ഈ VSൻ്റെ കാലെത്തുമ്പോഴേക്ക് മാറി, പാർട്ടിയുടെ തന്നെ സാഹചര്യങ്ങൾ മാറി കേട്ടോ. അത് EMSനെ പോലൊരു നേതാവില്ല, അതാണ് പ്രധാനം, ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു സംഗതി ഇതാണ്. നമ്മൾ ഇന്നിപ്പം നമ്മളെല്ലാം തന്നെ വിഷമിക്കുന്നത് അങ്ങനെയൊരു നേതാവില്ല എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ EMSും VSും തമ്മിലുള്ളൊരു കമ്പാരിസൺ പോസിബിൾ അല്ല. ബട്ട് സ്റ്റിൽ ഇവർ രണ്ടുപേരും 2 വലിയ ഫിഗറാണ്, 2 വലിയ രണ്ടർത്ഥത്തിലാണത്. മറ്റേത് എല്ലാ പിന്നെ ഇല്ല, എനിക്ക് ഒരു വിധത്തിലും അവരായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം EMS അത്രയധികം അഗാധമായിട്ടുള്ള അറിവും ചിന്തയും ഇൻ്റലക്ച്വലും അതേ സമയത്ത് തന്നെ ജനകീയനുമാണ്. VSനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. VS ശുദ്ധനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹം സ്വപ്നം കാണുകയാണ് കേട്ടോ. അദ്ദേഹം ഈ കാലത്തിന് ചേർന്ന ഒരു നേതാവല്ല. അതാണ് ഞാനിക്കൊന്ന് പറയേണ്ടി വന്നത്, കാലഹരണപ്പെട്ടാണെന്നുള്ളത്. പിന്നെ VS നല്ലൊരു ലോകത്തിൻ്റെ, നന്മ നിറഞ്ഞൊരു ലോകത്തിനെ കുറിച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനല്ല നമുക്ക് ആവശ്യം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് കുറച്ച് പേർക്ക് അതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നെ അന്ന് എൻ്റെ കോലം കത്തിക്കലൊക്കെ ഉണ്ടായിരുന്നു. മുന്നിട്ട് കുറച്ചൊരു വിമർശനപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ VSനോട് ഇത് പറയുമ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ താങ്കൾ കുറച്ചൊരു കൂടുതലായി പിണറായി ഭക്തി കാണിക്കുന്നുണ്ടോ എന്ന സമൂഹത്തിൻ്റെ സംശയമുണ്ട്. അതുണ്ടായി. അതിനുള്ള പല കാരണം. ഒന്നാമതായിട്ട് പിന്നെ VSനെ എനിക്ക് അറിയുന്നതിൽ കൂടുതൽ എനിക്ക് പിണറായി അറിയാം. കാരണം ഞങ്ങൾ നാട്ടുകാരാണ്. പിന്നെ അദ്ദേഹം വളരെയധികം പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വളർന്ന ഒരു നേതാവാണ്. നമുക്കൊന്നും പാവനീയം കേട്ടിട്ട് അത്രയും ദാരിദ്ര്യവും കഷ്ടപ്പാടും പിന്നെ പോലീസ് മർദ്ദനവും അതൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു നേതാവാണ്. ഒരുപാട് പിന്നെ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിൽ അതാണുള്ളത്. ആ ഒരു പിന്നെ പിണറായിയാണുള്ളത്. ആ പിണറായി കൂടിയാണ് ഞാൻ നടന്നത് കേട്ടോ. VSനെ എനിക്ക് അങ്ങനെ അറിയില്ല. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം പിണറായി ഉള്ള തരത്തിലുള്ള അതുപോലുള്ള അനുഭവങ്ങൾ VSന് ഇല്ല എന്നുള്ളതാണ്. VS എന്നും ഒരു നമ്മൾ സമാരാധ്യനായിട്ടുള്ളൊരു നേതാവാണ്. പിന്നെ ഒരു നേതാവാണ് അദ്ദേഹം. പക്ഷേ അങ്ങനെ ഒരു നേതാവ് മാത്രം ആയാൽ പോരല്ലോ. ഇപ്പം ഇനിയുള്ള ഈ മാറുന്ന കാലത്ത് പിന്നെ നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന ആളായിരിക്കണം, അതിന് പരിഹാരം കണ്ടെത്തുന്ന ആളായിരിക്കണം. അങ്ങനെയുള്ള അത് പഴയ കാലത്തെ നേതാവാണ് ആര് നമ്മുടെ പിന്നെ VS. അത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹവും ആദരവുമാണ്. ഇപ്പം ഞങ്ങൾ തമ്മിൽ ആ പ്രശ്നമൊക്കെ ഉണ്ടായ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്നോട് ദേഷ്യമാണെന്ന് ഞാൻ ചോദിച്ചു. പറ്റാം എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ എൻ്റെ ചുമലിൽ കൈവച്ചു. അപ്പം എന്നിട്ട് അദ്ദേഹം നടന്നു. അത് പിന്നെ കേരള കൗമുദിയുടെ ഫോട്ടോഗ്രാഫർ അത് ക്ലിക്ക് ചെയ്യുന്നു. 5-6 ഫോട്ടോ ഇങ്ങനെ വന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്നോടൊന്നുമില്ല, ഒരു എതിർപ്പില്ല. അദ്ദേഹത്തിൻ്റെ ആരാധകർക്കാണ് എന്നോട് എതിർപ്പുണ്ടായിരുന്നത്. VSന് എന്നോട് ഒരിക്കലും ഒരു എതിർപ്പുണ്ടായിരുന്നില്ല.
കേട്ടോ. വളരെ സ്നേഹത്തോടെയാണ് ഞാൻ കണ്ടപ്പോൾ സംസാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ആരാധകർക്കാണ്, ഈ ആരാധകർ ബ്ലൈൻഡ് ആകുമ്പോഴാണ് പ്രശ്നം. അന്ധമായിട്ടുള്ള ആരാധനയുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു സിനിമാ താരത്തെ ആരാധിക്കുന്ന പോലെ ഒരു പാർട്ടി നേതാവിനെ ആരാധിക്കാൻ സാധിക്കില്ല. കാരണം സിനിമാ ലോകം മറ്റൊന്നാണ്, അതിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് അപ്പുറത്തേക്ക് അതിലൊന്നുമില്ല. പക്ഷെ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗധേയമാണ്, നമ്മുടെ ജീവിതമാണ് നേതാവിൻ്റെ കയ്യിലുള്ളത്. ഒരു ജനത്തിൻ്റെ ജീവിതം, നമ്മുടെ ഭാവി തലമുറയുടെ ജീവിതം, അതൊക്കെയാണ് ഒരു നേതാവിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു നേതാവ് ഒരു സിനിമാ താരത്തിൻ്റെ തലത്തിലേക്ക് പോകാനോ നേതാവിനെ നമ്മളങ്ങനെ ആദരിക്കാനോ പാടില്ല കേട്ടോ. നേതാവാണ്. കാരണം ഒരു നാടിൻ്റെ ഭാഗധേയമാണ് നേതാവിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ പിന്നെ ആരാധിക്കാം, പക്ഷേ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കണം. അതാണ് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ജനത എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ കേശവന്റെ വിലാപങ്ങളിൽ എഴുത്തുകാരൻ തന്നെയാണല്ലോ. അപ്പോൾ അവിടെ ഒരു ആ എഴുത്തുകാരനും അയാളുടെ സർഗാത്മകതയും തമ്മിലുള്ള ഒരു സംഘർഷമാണോ അവിടെ ആവശ്യം? അല്ല, അത് കൂടുതലും കേശവ വിലാപങ്ങൾ പൊളിറ്റിക്കലാണ്. ഇപ്പം ഞാനൊരു ഇടപക്ഷ സഹയാത്രികനാണെങ്കിലും പലപ്പോഴും അവർ നടത്തുന്ന അപചയങ്ങൾ അത് വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് സൂചിപ്പിക്കാം. പിന്നെ അതേസമയത്ത് തന്നെ ആരെയും വിമർശിക്കാൻ എളുപ്പമാണ്. പക്ഷേങ്കിൽ നമ്മൾ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ വിമർശിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വിഷമം ഉണ്ടാക്കുക. അപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാക്കാതെ അവരെ വിമർശിക്കണം. അതിനുള്ളൊരു ശ്രമമാണ് അതിൽ നടത്തിയത്. അപ്പോൾ അത് പിന്നെ അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാകാത്തവർ മനസ്സിലാക്കിയിട്ടില്ല. അതായത് ഞാൻ പിന്നെ ഒരു വായനക്കാർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് വിയോജിപ്പുകളുണ്ട്, ഞാൻ കൂടെ നടക്കുന്ന പാർട്ടിക്ക് ഇടർച്ചകൾ പറ്റുന്നുണ്ട്. ഞാനതിൽ പറയുന്നു, ഇനി നിങ്ങൾ തീരുമാനിച്ചോളൂ ഇത് എന്തും തരത്തിലുള്ള നോവലാണ്. അപ്പം വലിയൊരു വിഭാഗം അത് ഒരു ഇടതുപക്ഷ അനുകൂല നോവലാണെന്ന് പറഞ്ഞു. കുറച്ച് പേര് അത് ഇടതുപക്ഷ വിരുദ്ധ നോവലാണെന്ന് പറഞ്ഞു. ആ തർക്കം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചുമരില് EMSന്റെ ചിത്രം കണ്ട് കരച്ചിൽ കിടക്കുന്ന അപ്പുക്കുട്ടനെ EMS അത് പിന്നെ അത് എൻ്റെ വീട്ടിലൊക്കെ ചുമരിൻ്റെ മുകളിലുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഞങ്ങളൊക്കെ നാട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയും EMSൻ്റെ ഒരു പടം കേട്ടോ. അതെല്ലാം അധിക വീടുകളിലും കാണും. ഇപ്പം അത് പോയി. പഴയകാലത്ത് എല്ലാ വീടുകളിലും കാണുമായിരുന്നു. അപ്പം അത് കണ്ടുകൊണ്ടാണ് പിന്നെ എല്ലാവരും വളരുന്നത് തന്നെ, ഈ ശ്രീനാരായണ ഗുരുവിനെയും EMSനെയും. കുട്ടികൾ വളരുന്നത് കണ്ടുകൊണ്ടാണ്. EMSനെ സ്തുതിക്കുകയാണോ ക്രിട്ടിസൈസ് ചെയ്യുകയാണോ എന്ന് വായിക്കുന്ന ആളിൽ തന്നെ വലിയ സംശയം തോന്നുന്ന രീതിയിൽ നമ്മളുടെ നഡ്ജ് ചെയ്താണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇടതുപക്ഷത്തെ വിമർശിക്കുന്നുണ്ട്, അതേസമയം വിമർശനമാണെന്ന് പകുതിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് അതിൻ്റെ നോവലിൻ്റെ വിജയം. അതാണ്. അപ്പം നമ്മൾ ഒരിക്കലും എഴുതുന്നത് വ്യക്തമാകാൻ പാടില്ല. വായനക്കാർക്ക് വിട്ടുകൊടുക്കണം. കുറേയൊക്കെ വായനക്കാർ ഇമാജിൻ ചെയ്യണം, അവർ കണ്ടെത്തണം എന്താണ് സത്യം എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും എനിക്കത് ഞാൻ പറയുന്നത് EMS അനുകൂലമാണ് അല്ലെങ്കിൽ EMS വിരുദ്ധമാണ് അങ്ങനെ പറയാൻ പറ്റില്ല അവരെഴുത്തുകാരന് കേട്ടോ. അത് വായനക്കാരും വിമർശകരും കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ആ നോവൽ ഇറങ്ങിയപ്പോൾ അത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവൽ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ മലയാളത്തിലുണ്ടായിട്ടില്ല. എല്ലാ ആഴ്ചപ്പേരും മാതൃഭൂമി ആഴ്ചപ്പേരും അടക്കം കവർ സ്റ്റോറി ആയിട്ട് വന്നു. അത്രയും അത് ചർച്ച ചെയ്തു. പിന്നെ എനിക്കതിൽ സംതൃപ്തിയുണ്ട്. അതിൽ ചില കഥാപാത്രങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആ ശരവണൻ എന്നുള്ള കഥാപാത്രമൊക്കെ അതിലൊരു പ്രസംഗമുണ്ട്. അതൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കരമായിട്ട് വരികയും ആളുകളെ അലട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രസംഗം. അതൊക്കെ എങ്ങനെ വന്നതെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ എഴുതുന്നുണ്ട്. അതെനിക്ക് നല്ലൊരു പിന്നെ അതിന് കുറേ വിമർശനം അപ്പോഴാണ് അതിന് വയലാർ അവാർഡ് കിട്ടുന്നത്. അന്നേരം പിന്നെ PK വാസുദേവൻ അദ്ദേഹമായിരുന്നു അതിൻ്റെ PKV ആയിരുന്നു അന്ന് അവാർഡ് കമ്മിറ്റിയിലുണ്ട്, അതിൻ്റെ ചെയർമാൻ. അദ്ദേഹമാണ് എനിക്ക് തരുന്ന അവാർഡ്. അതോടുകൂടി ഈ കുറേയെല്ലാം വിവാദങ്ങൾ അടങ്ങിപ്പോയി. കാരണം PKV പിന്നെ ചെയർമാനായിട്ടുള്ള ഒരു ജൂറി ഇതിന് അവാർഡ് തരുമ്പോൾ അപ്പോൾ സാധാരണക്കാർ ഇതിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടൊന്നുമില്ല എന്നുള്ള